സാധാരണക്കാർ അസാധാരണമായതിലേക്ക് വളയുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് സ്വാഗതം. ചരിത്രത്തിന്റെ നിഴലുകളിലൂടെയും പുരാതന ഐതിഹ്യങ്ങളുടെ വിശദീകരണത്തെ ധിക്കരിക്കുന്ന പ്രഹേളികകളിലൂടെയും ഉള്ള യാത്രയിൽ എന്നോടൊപ്പം ചേരൂ. വെൽക്കം ടു അവർ ചാനൽ. ഓപ്പൺ യുവർ മൈൻഡ് ഫോർ ഹിയർ ദ ട്രൂത്ത് മേ ബി സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ പോലും ഈ നിഗൂഢതയിൽ ഒരു കാലത്ത് അമ്പരന്നിരുന്നു. ഏകദേശം 67 വർഷം മുമ്പ് 1955 ഒരു ദുരൂഹമായ സംഭവം നടന്നു. അന്ന് അമേരിക്കയിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനം അപ്രത്യക്ഷമായി. എന്നാൽ അതേ വിമാനം ഏകദേശം 30 വർഷത്തിന് ശേഷം മറ്റൊരു രാജ്യത്ത് ഇറങ്ങി. ലാൻഡിങ്ങിന് ശേഷം ഈ വിമാനം വീണ്ടും കാണാതായി എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യം. 1992 മെയ് 21 ഒരു പ്രാദേശിക അമേരിക്കൻ പത്രം ഒരു വിമാനം അപ്രത്യക്ഷമായതിൻ്റെയും മടങ്ങി വരുന്നതിൻ്റെയും വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. വിമാനത്തിൻ്റെ കടങ്കഥ എന്നതായിരുന്നു പത്രവാർത്തയുടെ തലക്കെട്ട്. 1955 പറന്നുയർന്ന വിമാനം 1985 തിരിച്ചെത്തിയെന്ന് വാർത്തയിൽ എഴുതിയിരുന്നു. വാർത്ത തീ പോലെ പടർന്നു. ആളുകൾക്കിടയിൽ ഈ വാർത്തയെക്കുറിച്ച് ധാരാളം കിംവദന്തികൾ ഉടലെടുത്തു. വിമാനം ബർമുഡ ട്രയാങ്കിളിൽ നിന്ന് തിരിച്ചെത്തിയതായി ചിലർ പറഞ്ഞു. ചിലർ അത് മറ്റൊരു ലോകത്ത് നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. 1955 ജൂലൈ 2 914 എന്ന പാൻ അമേരിക്കൻ വിമാനം ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്ക് 57 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമായി പുറപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ന്യൂയോർക്കിൽ നിന്ന് പറന്നുയർന്ന് മിയാമിയിൽ എത്തുന്നതിന് മുമ്പ് ഈ വിമാനം ആകാശത്ത് തന്നെ അപ്രത്യക്ഷമായി. ഇന്ന് ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്ക് പോകാൻ ഒരു വിമാനത്തിന് ഏകദേശം 3/4 മണിക്കൂർ എടുക്കും. എന്നാൽ 1955 ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്ക് പറക്കാൻ പരമാവധി 5 മണിക്കൂർ എടുത്തിരുന്നു. അക്കാലത്ത് ഈ വിമാനം കണ്ടെത്താൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. കാലങ്ങൾ കഴിഞ്ഞു. എല്ലാവരും ആ വിമാനത്തെക്കുറിച്ച് മറന്നു. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം ആരെയും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി. 1985 മാർച്ച് 9 വെനസ്വേലയിലെ കാരക്കാസ് വിമാനത്താവളത്തിൽ ദുരൂഹമായ ഒരു വിമാനം ഇറങ്ങി. എയർ ട്രാഫിക് കൺട്രോളിന് പോലും ഈ വിമാനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. വിമാനം കാരക്കാസ് വിമാനത്താവളത്തിൽ ഇറക്കിയ ശേഷം പൈലറ്റ് അവിടെയുള്ള ജീവനക്കാരോട് ചോദിച്ചു, ഇത് ഏത് വർഷമാണ്? ഇത് വർഷം 1985 എന്നാണ് ഗ്രൗണ്ട് സ്റ്റാഫ് പൈലറ്റിനോട് പറഞ്ഞത്. ഇത് കേട്ട് വിമാനത്തിൻ്റെ പൈലറ്റ് ഒരു ദീർഘശ്വാസമെടുത്തു. ഞങ്ങൾ എവിടെയാണ്? എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഒരു ശബ്ദം വരുന്നു. ഇത് വെനസ്വേലയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? പൈലറ്റ് മറുപടി നൽകുന്നു, ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്നാണ് വന്നത്. ഇത് മിയാമി ഫ്ലോറിഡയിലേക്കുള്ള ഫ്ലൈറ്റ് നമ്പർ 914 ആണ്. കൺട്രോൾ പാനലിൽ നിന്നും വീണ്ടും ശബ്ദം വരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ തെറ്റ് പറ്റുന്നത്? 2000 കിലോമീറ്റർ എങ്ങനെ തെറ്റി? പൈലറ്റ് ഒന്നും മിണ്ടാതെ മെല്ലെ വിമാനത്തിലേക്ക് നീങ്ങി. ലാൻഡ് ചെയ്ത് അല്പസമയത്തിനകം വിമാനം വീണ്ടും പറന്നുയർന്ന് ആകാശത്ത് അപ്രത്യക്ഷമായി. ഇതിനുശേഷം കൺട്രോൾ പാനലിൽ ഇരിക്കുന്ന വ്യക്തി ഡയറി പരിശോധിക്കുമ്പോൾ ഈ വിമാനം അവസാനമായി പറന്നത് 1955 ആണെന്ന് കണ്ടെത്തി. ഈ വിമാനം ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ് പലരുടെയും ചോദ്യം. പറക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ധനം തീർന്നില്ല? 914 പാൻ അമേരിക്കൻ വിമാനത്തിൻ്റെ നിഗൂഢത ഇന്നും രഹസ്യമായി അവശേഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.